നമസ്കാരം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സ്യൂളിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തി രാജ് എന്ന ടോപ്പിക്കാണ്. കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് പറയാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈക്കുള്ളിലൊന്നും തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. പഞ്ചായത്തി രാജ്. The aim of പഞ്ചായത്തി രാജ് ഈസ് ടു ബിൽഡ് ഡെമോക്രസി അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. അതായത് നമുക്കറിയാം അല്ലേ, ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷെ ഡെമോക്രസി എന്നുള്ളത് ഏറ്റവും താഴേക്കിടയിൽ വരെ എത്തിക്കണമെങ്കിൽ അതിന് ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ആക്ച്വലി പഞ്ചായത്തി രാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ പഞ്ചായത്തി രാജ് എന്ന ടേം കോയിൻ ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ജവഹർലാൽ നെഹ്റുവിനെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ പഠിച്ചു ഈ 2 ദിവസം കൊണ്ട്. എന്താണ്? ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ എന്ന് പറയുന്നതും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പഞ്ചായത്തി രാജ് എന്ന ടേം കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റു ആണ്. സോ പഞ്ചായത്തി രാജ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 40 ആണ്. ഏത് പാർട്ടാണ്? പാർട്ട് 4. അപ്പോൾ ഓർക്കുക, പഞ്ചായത്തി രാജ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 40 പാർട്ട് 4 അതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്നാണ് ഈ പഞ്ചായത്തി രാജ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയത്? ഭരണഘടനാപരമായി അത് പഞ്ചായത്തി രാജ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് 73ാമത്തെ അമെൻമെന്റ് ആണ് 1992. സോ ഓർക്കുക, ഗ്രാസ് റൂട്ട് ലെവൽ വരെ ഡെമോക്രസി എന്ന ആശയം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തി രാജ് വന്നു. ആ ടേം കോയിൻ ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഏതാണ് ആർട്ടിക്കിൾ 40 പാർട്ട് 4 അതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്തി രാജിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളും പാർട്ടും. ഇനി എന്താണ് ഈ പഞ്ചായത്തി രാജ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയത്? 73rd അമെൻമെന്റ് 1992. എന്നാണ് ഈ പഞ്ചായത്തി രാജ് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്? ഓൺ 24th April 1993. അപ്പോൾ ഓർക്കുക, 73rd അമെൻമെന്റ് 1992 ആണ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയത്. And the Panchayati Raj came into force on 24th April 1993. ഇനി 24th April എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓർക്കുക, നാഷണൽ പഞ്ചായത്തി രാജ് ഡേ എന്ന് പറയുന്നത് April 24 ആണ്. നാഷണൽ പഞ്ചായത്തി രാജ് ഡേ അത് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ പഞ്ചായത്തി രാജ് ഡേ എന്ന് പറയുന്നത് April 24. ഇനി ഏത് സ്റ്റേറ്റിലാണ് പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് വന്നത്? രാജസ്ഥാനിലാണ്, നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് ഇറ്റ് വാസ് ഇനോഗ്രേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ഓൺ October 2nd, 1959. ഇനി ഫാദർ ഓഫ് പഞ്ചായത്തി രാജ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നെഹ്റുവിനെ ഓർക്കരുത്. പഞ്ചായത്തി രാജ് എന്ന ടേം കോയിൻ ചെയ്തത് നെഹ്റു ആണ്. പക്ഷേ ഫാദർ ഓഫ് പഞ്ചായത്തി രാജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അപ്പോൾ ഓർക്കുക, Father of Panchayati Raj in India is Balwant Rai Mehta and the term Panchayati Raj was coined by Jawaharlal Nehru. Okay? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 കമ്മിറ്റീസിനെ കുറിച്ചാണ്. പഞ്ചായത്ത് രാജുമായി റിലേറ്റഡ് ആയിട്ടുള്ള 4 ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ്. ഇതിന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. കാരണം ഇതിലേത് കമ്മിറ്റിയാണ് ഇന്ന റെക്കമെൻഡേഷൻ വെച്ചത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ആദ്യമേ നമ്മൾ പറഞ്ഞു ബൽവന്ത് റായ് മേത്ത ആരാണ്? ഫാദർ ഓഫ് പഞ്ചായത്തി രാജ് ഇൻ ഇന്ത്യ. ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് 1957 ഇതിന്റെ ചെയർമാൻ ആയിരുന്നു ബൽവന്ത് റായ് മേത്ത. ഇനി ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരെ റെക്കമെൻഡ് ചെയ്തത് ഒരു 3 ടയർ സിസ്റ്റം ആയിരുന്നു. അതായത് വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് ലെവലിൽ പഞ്ചായത്ത് സമിതി, ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്ത്. ഇതായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ, 3 ടയർ സിസ്റ്റം. ഇനി ഈ വില്ലേജ് ലെവലിൽ ഡയറക്റ്റ് ഇലക്ഷനും അതുപോലെ പഞ്ചായത്ത് സമിതിയിലും ജില്ലാ പരിഷത്തിലും ഇൻഡയറക്റ്റ് ഇലക്ഷനുമായിരുന്നു ഇവർ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഓർക്കുക, 3 ടയർ സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ.
ഇനി ഇവരുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സെൻട്രൽ സ്കീം ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അതായത് ഡെമോക്രസി എന്ന ഒരു ആശയം പല ഭാഗങ്ങളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യുക എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആയിരുന്നു. അത് തന്നെയാണ് പഞ്ചായത്ത് രാജിന്റെ ബേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അശോക് മേത്ത കമ്മിറ്റി. Ashok Mehta Committee was on 1977. It was appointed by Janata government. അപ്പോൾ ജനതാ ഗവൺമെന്റ് 1977 അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അശോക് മേത്ത ആയിരുന്നു. ആൻഡ് ദിസ് കമ്മിറ്റി ഈസ് നോൺ ആസ് ദ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ്. ഇവരുടെ മേജർ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നോക്കാം. ഇവർ റെക്കമെൻഡ് ചെയ്തൊരു 2 ടയർ സിസ്റ്റമാണ്. അപ്പോൾ ഓർക്കുക, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഒരു 3 ടയർ സിസ്റ്റം എന്ന റെക്കമെൻഡേഷൻ ആണെങ്കിൽ നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി വെച്ചത് 2 ടയർ സിസ്റ്റമാണ്. 2 ടയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ശിലാപരിഷത്തും അതുപോലെ എന്താണ് മണ്ഡൽ പഞ്ചായത്തും. അപ്പോൾ ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും അങ്ങനെ 2 ടയറുള്ള ഒരു സിസ്റ്റം. ഓക്കെ, ഇനി അവരുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷനാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ഹാവ് കമ്പൽസറി പവേഴ്സ് ഓൺ ടാക്സേഷൻ. അതായത് ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാക്സ് വാങ്ങണം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അതുപോലെ ദർ ഷുഡ് ബി എ റെഗുലർ സോഷ്യൽ ഓഡിറ്റ്. ഇതും ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് നോട്ട് സൂപ്പർസീഡ് ദ പഞ്ചായത്തി രാജ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റ് പോയി കൈകടർത്തരുത്. ഇനി അങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അതായത് പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്തി രാജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അധികാരമുള്ള ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തണം. അല്ലാതെ സ്റ്റേറ്റ് കയറി ഈ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെടാൻ പാടില്ല. ഓക്കെ, ഇനി പഞ്ചായത്ത് രാജിന് ഒരു മിനിസ്റ്റർ വേണമെന്നുകൂടി ഈ അശോക് മേത്ത കമ്മിറ്റി ഡിമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ദർ ഷുഡ് ബി മിനിസ്റ്റർ ഫോർ ദ പഞ്ചായത്തി രാജ്. അതും അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞാണ്. പിന്നെ SC/ST റിസർവേഷൻ സീറ്റ്സ് ഈ ഓരോ, അതായത് ഇപ്പോൾ ജില്ലാ പരിഷത്ത് ലെവലിലും മണ്ഡൽ പഞ്ചായത്തിലും ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റ്സ് SC/STക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കണമെന്നും അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ ഓർക്കുക, 1977 ജനതാ ഗവൺമെന്റാണ് അപ്പോയിന്റ് ചെയ്തത്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ റെക്കമെൻഡേഷൻസ് 2 ടയർ സിസ്റ്റം ആയിരുന്നു. ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും. പിന്നെന്താണ്, ടാക്സ് വാങ്ങണം. പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാക്സ് വാങ്ങണം. അതുപോലെ റെഗുലർ സോഷ്യൽ ഓഡിറ്റ് ഉണ്ടായിരിക്കണം. SC/ST റിസർവേഷൻ ഉണ്ട് സീറ്റ്സിന്. സ്റ്റേറ്റ് ഷുഡ് നോട്ട് സൂപ്പർസീഡ് ദ പഞ്ചായത്തി രാജ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ ദർ ഷുഡ് ബി എ മിനിസ്റ്റർ ഫോർ പഞ്ചായത്തി രാജ്. ഇത്രയുമായിരുന്നു അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് GVK റാവു കമ്മിറ്റി. ഇത് അങ്ങനെ ചോദിക്കാറുണ്ട്, ഓപ്ഷനിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓർക്കുക, 1985 GVK റാവു കമ്മിറ്റി. ഇറ്റ്സ് എ കമ്മിറ്റി ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്. അപ്പോൾ ഓർക്കുക, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയൊരു കമ്മിറ്റിയാണ്. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കമ്മിറ്റിയായിരുന്നു ഈ GVK റാവു കമ്മിറ്റി. റൂറൽ ഡെവലപ്മെന്റും പോവർട്ടി അലീവിയേഷനും ഓർക്കുക. ഇനി ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ പ്രിൻസിപ്പൽ ബോഡി ഫോർ മാനേജ്മെന്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ എല്ലാ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൻ്റെയും പ്രിൻസിപ്പൽ ബോഡി എന്ന് പറയുന്നത് ജില്ലാ പരിഷത്തായിരിക്കണം, അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ. പിന്നെ ഫോർ എഫക്റ്റീവ് ഡീസെൻട്രലൈസേഷൻ സം പ്ലാനിംഗ് ഫങ്ഷൻസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റേറ്റ് ടു ഡിസ്ട്രിക്ട് ലെവൽ. അതായത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ഒരു പവറും കാര്യങ്ങളും ഒക്കെ സ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കുമല്ലോ. അങ്ങനെ പോയാൽ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആശയം എല്ലായിടത്തും എത്തിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്, അത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ഈ അധികാരങ്ങൾ കൈമാറണം കുറച്ചെങ്കിലും. അതാകുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൈമാറുമ്പോൾ കുറച്ചുകൂടി എല്ലാവരിലേക്കും, അതായത് ഏറ്റവും താഴേക്കിട വരെയുള്ള എല്ലാവരിലേക്കും എത്തിക്കാൻ സ്റ്റേറ്റ് ലെവലിനേക്കാളും ബെറ്റർ ഡിസ്ട്രിക്ട് ലെവലാണ് എന്നൊരു സജഷനാണ് നമ്മുടെ GVK റാവു കമ്മിറ്റി വെച്ചത്. അതുപോലെ റെഗുലർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണമെന്നും അതുപോലെ പോസ്റ്റ് ഫോർ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ വേണമെന്നും GVK റാവു കമ്മിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ
ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ എന്നൊരു പോസ്റ്റ് വേണമെന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിക്കാറുണ്ട്. GVK റാവു കമ്മിറ്റി. അതുപോലെ സ്റ്റേറ്റിൻ്റെ ഒരു പ്ലാനിങ് ഫങ്ഷൻസിൻ്റെയൊക്കെ അധികാരം സ്റ്റേറ്റിൽ നിന്ന് കുറച്ചൊക്കെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊടുക്കണമെന്നും ഈ കമ്മിറ്റി പറഞ്ഞു. ഇവരുടെ എയിമാണ് എപ്പോഴും ചോദിക്കാറ്, എന്താണ്? റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി അലേവിയേഷൻ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. എന്നായിരുന്നു? 1985. ഓക്കെ. ഇനി LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി ഒരുപാട് തവണ ഇങ്ങനെ ഓപ്ഷനായിട്ടും ക്വസ്റ്റ്യനായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്താണ് ഈ LM സിംഗ്വി കമ്മിറ്റി വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ കമ്മിറ്റി ഓൺ റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഈ LM സിംഗ്വി കമ്മിറ്റി. ഇവരുടെ റെക്കമെൻഡേഷൻസ് നോക്കാം. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ്ഡ്. അതുപോലെ ന്യായപഞ്ചായത്ത്, അത് ചോദിക്കാറുണ്ട്. ന്യായപഞ്ചായത്ത് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. അതായത് ഒരു ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ചേർന്നിട്ടാണ് ഈ ന്യായപഞ്ചായത്ത് ഫോം ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇവർ പറഞ്ഞ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു വില്ലേജ് പഞ്ചായത്ത് ഷുഡ് ഹാവ് മോർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. വില്ലേജ് പഞ്ചായത്തിന് പഞ്ചായത്ത് തലത്തിൽ കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ ജുഡീഷ്യൽ ട്രിബ്യൂണൽസ് ഫോം ചെയ്യണമെന്നും LM സിംഗ്വി കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ പറഞ്ഞത് റെഗുലർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് വേണം എന്ന് പറഞ്ഞു. പിന്നെ ഇവർ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമാണ് ഗ്രാമസഭ. ഗ്രാമസഭ എന്ന് പറയുന്നത് എംബോഡിമെന്റ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ ചോദിക്കാറുണ്ട് എംബോഡിമെന്റ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ ഗ്രാമസഭയാണ്. ഇതും റെക്കമെൻഡ് ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ. We are going to discuss about the 73rd Amendment Act 1992. അപ്പോൾ പഞ്ചായത്ത് രാജ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയത് ഈ 73rd Amendment പ്രകാരമാണ്. ഏത് വർഷമാണെന്ന് ഓർക്കണം? 1992. ഇനി ഇതിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പഞ്ചായത്ത് രാജ് വാസ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡ്യൂറിംഗ് ദ ടേം ഓഫ് വിച്ച് ഗവൺമെന്റ്? ഓർക്കുക, ഓപ്ഷനിലെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് കാണും, ജനതാ ഗവൺമെന്റ് കാണും. പക്ഷേ എഴുതേണ്ടത് ഏതാണ്? നരസിംഹറാവു ഗവൺമെന്റ് ആണ്. നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയത്. ബാക്കിയൊക്കെ ഏതാണ്? ഓരോരോ കമ്മിറ്റികൾ വന്നത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണെന്ന് ചോദിക്കുമ്പോഴാണ് അതത് കമ്മിറ്റികൾ ഏത് ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയപ്പോൾ ഏത് ഗവൺമെന്റ് ആയിരുന്നു? നരസിംഹറാവു ഗവൺമെന്റ് ആയിരുന്നു. പിന്നെ ഈ 73rd Amendment ആക്ട് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. എന്ത് സംഭവിച്ചു? എ ന്യൂ പാർട്ട് വാസ് ആഡഡ്. ഏത് പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്? പാർട്ട് 9 ആണ് ആഡ് ചെയ്തത്. ആർട്ടിക്കിൾ 243 to 243O. ഓർക്കുക, പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് 243 to 243O. ഇത് 73rd Amendment പ്രകാരമാണ് ആഡ് ചെയ്തത്. ഏത് പാർട്ടാണ്? 9th പാർട്ടാണ്. ഇനി ഇത് മാത്രമല്ല, ഒരു ഷെഡ്യൂളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഷെഡ്യൂളാണ്? 11th ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 11th ഷെഡ്യൂൾ ആഡ് ചെയ്തെന്ന് മാത്രം പഠിച്ചാൽ പോരാ, 11th ഷെഡ്യൂളിൽ എന്തൊക്കെയുണ്ടെന്ന് പഠിക്കണം അല്ലേ. 11th schedule specifies the powers, authority and responsibilities of പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അധികാരം, അതവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ അതോറിറ്റി, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഷെഡ്യൂളാണ് 11th ഷെഡ്യൂൾ. അപ്പൊ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാന്ന് ചോദിക്കുകയാണെങ്കിലും എഴുതുക 11th ഷെഡ്യൂൾ എന്ന്. ഒപ്പം 73rd Amendment പ്രകാരമാണ് ഈ 11th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. 73rd Amendment 1992 പ്രകാരം ആഡ് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പാർട്ട് 9 243 to 243O വരെയുള്ള ആർട്ടിക്കിൾസ്, ഒപ്പം 11th ഷെഡ്യൂൾ. ഈ 11th ഷെഡ്യൂൾ 29 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 11th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അതിന്റെ പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ 73rd Amendment. പിന്നെ ഈ 73rd Amendmentനകത്താണ് പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനത്തെയാണ്? ഒരു 3 tier സിസ്റ്റം ആണ്. വില്ലേജ് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ. A state having population not exceeding 20 lakh may not constitute panchayat at the intermediate level. അതായത് 20 ലക്ഷത്തിൽ
കുറവ് പോപ്പുലേഷൻ ഉള്ള കേസസിലാണെങ്കിൽ എന്താ ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിന് ആവശ്യമില്ല എന്നും ഈ 73rd അമെൻമെന്റിൽ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ പോയിന്റ്സ് ഉണ്ട് 73rd അമെൻമെന്റിനെ കുറിച്ച്. ഇതിനകത്ത് എന്താ ഓൾ മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ഡയറക്ട്ലി എന്നാണ് പറയുന്നത്. ആ ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ ഒരു ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇനി SC/ST റിസർവേഷൻ ഉണ്ടായിരുന്നു സീറ്റുകൾക്ക്. അതുപോലെ എന്താണ് നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ സീറ്റ്സ് വെയർ റിസർവ്ഡ് ഫോർ വുമൺ. അപ്പോൾ ഓർക്കുക SC/ST റിസർവേഷൻ ഉണ്ട്. 1/3 ഓഫ് സീറ്റ്സ് വുമണിന് വേണ്ടിയിട്ടാണ്. വനിതാ സംവരണം ഉണ്ടായിരുന്നു. പിന്നെ എന്താ 5 വർഷം കാലാവധിയാണ് ഈ ഇലക്റ്റഡ് മെമ്പേഴ്സിനുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൂടി 73rd അമെൻമെന്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ, ഇനി 73rd അമെൻമെന്റ് ആക്ട് 1992. 73rd അമെൻമെന്റ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? ഇറ്റ് കെയിം ഇൻ ഫോഴ്സ് ഓൺ June 1st, 1993. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടിയൊക്കെ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാകുന്നത് ഈ 74th അമെൻമെന്റിലാണ്. അപ്പോൾ 73rd അമെൻമെന്റിൽ നമ്മൾ പറഞ്ഞു എന്താ പാർട്ട് 9 വന്നു, ആർട്ടിക്കിൾ 243 to 243O, പിന്നെന്താണ് ഷെഡ്യൂൾ 11. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വന്നത് അല്ലേ. ഇനി 74th അമെൻമെന്റിൽ എന്തൊക്കെ വന്നെന്ന് നോക്കാം. ആഡഡ് പാർട്ട് 9A ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് പാർട്ട് 9A ആഡ് ചെയ്യപ്പെട്ടു. ഏതൊക്കെ ആർട്ടിക്കിളാണ്? 243P to 243ZG. അപ്പോൾ ഓർക്കുക 73rd അമെൻമെന്റിൽ എന്തൊക്കെ വന്നു? ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ അല്ലേ. O കഴിഞ്ഞ് പിന്നെ P അല്ലേ. അപ്പൊ P മുതൽ ZG വരെ വന്നത് എവിടെയാണ്? നമ്മുടെ 74th അമെൻമെന്റിൽ. ഇനി അവിടെ ഏത് ഷെഡ്യൂളായിരുന്നു ആഡ് ചെയ്തത്? 11th ഷെഡ്യൂൾ ആയിരുന്നു ആഡ് ചെയ്തത്. അവരെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്തിനെ കുറിച്ചാണ് 73rd അമെൻമെന്റ് പറഞ്ഞത്. എന്നാൽ 74th അമെൻമെന്റ് പ്രകാരം വരുന്ന ഷെഡ്യൂളാണ് ഏതാണ്? 12th ഷെഡ്യൂൾ. 12th ഷെഡ്യൂൾ പറയുന്നത് മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ്. 11th ഷെഡ്യൂൾ പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നെങ്കിൽ 12th ഷെഡ്യൂൾ പറയുന്നത് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചാണ്. എന്താണ് പറയുന്നത്? ഇറ്റ് സ്പെസിഫൈസ് ദ പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ്. എത്ര കാര്യങ്ങളുണ്ട് അതിൽ? 18 കാര്യങ്ങളാണുള്ളത്. പഞ്ചായത്തിന്റെ കാര്യത്തിൽ 29 കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ എന്താ മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ 18 കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് 74th അമെൻമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ദിസ് അമെൻമെന്റ് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകിയത് ഏത് അമെൻമെന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 74th അമെൻമെന്റ് ആണ്. ആൻഡ് ദിസ് ആക്ട് ഇസ് നോൺ ആസ് ദ മുനിസിപ്പാലിറ്റി ആക്ട്. അതുകൊണ്ട് തന്നെ 74th അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ആക്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി 3 തരം മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. നഗർ പഞ്ചായത്ത് എവിടെയാണ്? ആൻ ഏരിയ ഇൻ ട്രാൻസിഷൻ ഫ്രം റൂറൽ ടു അർബൻ. ഒരു സാധാരണ നാട്ടുപ്രദേശം ഒരു നഗരവൽക്കരിക്കപ്പെട്ടു തുടങ്ങുകയാണ്. അതായത് ജസ്റ്റ് ഒരു റൂറൽ ടു അർബൻ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നഗർ പഞ്ചായത്ത് ആയിരിക്കും. ഇനി കുറച്ചുകൂടിയൊക്കെ ഡെവലപ്മെന്റ് ഒരു സ്മോൾ അർബൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ മുനിസിപ്പൽ കൗൺസിൽ ആയിരിക്കും. ഇനി ലാർജർ അർബൻ ഏരിയാസിലാണെങ്കിൽ, അതായത് നല്ലോണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിറ്റി ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്താ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഓർക്കുക 3 തരമുണ്ട്: നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക മേയർ ആണ്. അറിയാലോ, ഇപ്പൊ കൊച്ചി നഗരസഭ മേയർ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഓർക്കുക മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ എന്ന് പറയുന്നത്, കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മേയർ ആണ്. ഓക്കെ, ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് മദ്രാസ്. എപ്പോഴാണ്? 1688. അതായത് ഈ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആകുന്നതിന് ഒരുപാട് മുമ്പ് 1688 ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്ഡ് ഇൻ മദ്രാസ്. 1688. ഓക്കെ, the first municipality in India to get ISO certificate for quality management. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റിന് വേണ്ടി ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറമാണ് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ
എന്തിനു വേണ്ടി? ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ മുനിസിപ്പാലിറ്റി. ഓക്കെ, മലപ്പുറമാണ്. ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം. ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാമസഭയാണ് ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം. ദെൻ ഈ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 243A. അപ്പൊ ഓർക്കുക, 73rd അമെന്റ്മെന്റ് പ്രകാരം 243 മുതൽ 243O വരെ ഉണ്ടായിരുന്നു 73rd അമെന്റ്മെന്റിൽ. അതിലാണ് ഈ 243A വരുന്നത്. പാർട്ട് 9 ആണ്. അതിലാണ് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 243A. ഇനി കോറം ഫോർ മീറ്റിംഗ് എ ഗ്രാമസഭ, അതായത് ഒരു ഗ്രാമസഭാ മീറ്റിംഗ് നടത്താൻ എത്രത്തോളം ആൾക്കാർ വേണം? അതായത് എത്ര? 1/10 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ്. ടോട്ടൽ മെമ്പേഴ്സിന്റെ 1% ആൾക്കാരുണ്ടെങ്കിലേ ഒരു ഗ്രാമസഭാ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ മദ്രാസിൽ 1688 ഫസ്റ്റ് മുനിസിപ്പാലിറ്റി ഇൻ ഇന്ത്യ ടു ഗെറ്റ് ISO സർട്ടിഫിക്കേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് മലപ്പുറം. ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243A. ഇനി ഒരു ഗ്രാമസഭ കൂടാൻ വേണ്ടിയിട്ട് മിനിമം എത്ര ആൾക്കാർ വേണം? 1/10 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പഞ്ചായത്ത് രാജിന്റെ ഒരു ഓവറോൾ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.